ഹലോ ഗായ്സ്, എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് ഇപ്പോൾ തായ്ലൻഡ് വരെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ തായ്ലൻഡ് പവലിയൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ ഈ ഒരു ഐറ്റം കിട്ടുന്നുള്ളത്. എങ്കിൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് കളയാം. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു. യുദ്ധം തുടങ്ങിയിട്ട് താൽക്കാലികമായി അടച്ചിട്ട ഈ ഗ്ലോബൽ വില്ലേജ് ഈ അടുത്താണ് വീണ്ടും ഓപ്പൺ ചെയ്തത്. പക്ഷേ ഈ ഒരു മാസം കൂടി ഇത് ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും പോയില്ലെങ്കിൽ അടുത്ത ഒക്ടോബർ വരെ കാത്തിരിക്കണം ഇനി ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ആവാനായിട്ട്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവരെന്താണ് ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നല്ല, ഇന്ത്യൻ പവലിയൻ്റെ മുന്നിൽ ആ ഒരു എൻട്രൻസ് ഒരു ഒന്നൊന്നര കവാടം തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ പവലിയനിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ അതിശയപ്പെടുത്തിയത് വീക്കെൻഡ് ആയിട്ട് പോലും തീരെ തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുൻപ് പലതവണ വന്നപ്പോഴും കാർ പാർക്ക് ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ തിരക്ക് കുറവിൻ്റെ കാരണം യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് ലബുബുവിൻ്റെ ഈ ഒരു കളർഫുൾ ഐസ്ക്രീമാണ്. പിള്ളേർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അങ്ങനെ അവർക്ക് അതൊരെണ്ണം വാങ്ങിച്ച് അവരത് കഴിച്ച് നോക്കുന്നുണ്ട്. പിള്ളേരെ കണ്ട് പിടിച്ചു വാങ്ങി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 30 ദിർഹത്തിൻ്റെ ഈ ഒരു ഐസ്ക്രീമിന് എന്താ പ്രത്യേകത എന്നറിയണമല്ലോ. ആ ഒരു എക്സ്പ്രഷൻ ഒന്നും മനസ്സിലായില്ലേ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങോട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുന്ന ആ ഷോപ്പ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അങ്ങോട്ട് ചെന്നു.